മിഡ്ടേം എക്സാം ഒക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ SCERT പുറത്ത് വിട്ട സമയത്ത് ഓരോ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞ സമയത്ത് നമുക്ക് കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അതായത് ഇനി മുതൽ നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ എക്സാമുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. ഇനിയുള്ള പരീക്ഷകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാറിയ രീതിയിലുള്ള ഒരു പരിഷ്കരിച്ച ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള എക്സാമുകളെല്ലാം നിങ്ങൾ ഈ രീതിയിൽ തന്നെ കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ എക്സ്പെക്ട് ചെയ്ത് പോകണം. അല്ലാത്ത ഒരു കുട്ടിക്ക് ഇത് ഈ ഒരു പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ അവസാന നിമിഷത്തെ ലൈവുകളോ അല്ലെങ്കിൽ അവസാന നിമിഷം മാത്രം പഠിച്ചതുകൊണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള പരീക്ഷകൾക്ക് നല്ലൊരു മാർക്ക് അല്ലെങ്കിൽ നല്ലൊരു ഗ്രേഡ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഒരു ഉറപ്പില്ല. ഏകദേശം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ 7ാം ക്ലാസ്സുകാരുടെ അല്ലെങ്കിൽ SSLCൻ്റെ ഒക്കെ മാത്സിൻ്റെ ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണോ വന്നത് അതേ രീതിയിലുള്ള ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് എക്സാമിന് വന്നിട്ടുള്ളത്. കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഇതാ മാത്സ് പരീക്ഷയൊക്കെ നടക്കാൻ പോകുന്നു, അതേപോലെ ഓരോ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാംസ് ഒക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തൊരു കുട്ടിക്കാണ് നല്ലൊരു മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുണ്ടാവുക. അപ്പോൾ എങ്ങനെയൊക്കെ പാറ്റേൺ മാറിയാലും നമ്മളത് ബാധിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ബാച്ചിലൊക്കെ യുവ ബാച്ചിലൊക്കെ പഠിച്ചു വന്ന കുട്ടിക്ക് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും വർക്ക് ഷീറ്റുകളും എക്സാമുകളൊക്കെ നടത്തി അവരതിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയൊക്കെ പാറ്റേൺ മാറിയാലും ഒബ്ജക്റ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാലും ഏത് രീതിയിൽ ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിൽ അതേപോലെ മോഡൽ എക്സാമുകളൊക്കെ നടത്തി അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് പഠിച്ചൊരു കുട്ടിക്ക് ഈ പരീക്ഷകളൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല. അല്ലാതെ ലാസ്റ്റ് മിനിറ്റിൽ മാത്രം പഠിക്കുന്ന ഒരാൾക്കാണ് ഇനി അങ്ങോട്ടേക്ക് ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചതുകൊണ്ടും അതേപോലെ കാണാതെ പഠിച്ചതുകൊണ്ടൊന്നും ഇനി അങ്ങോട്ടേക്ക് നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റില്ല. അതേപോലെ മിനിമം 30% മാർക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, വളരെ സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഇനിയിപ്പോൾ കഴിഞ്ഞ പരീക്ഷകളൊക്കെ എന്തോ ആയിക്കോട്ടെ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇനിയുള്ള എക്സാമുകളൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം ആയാലും പബ്ലിക് എക്സാമിനൊക്കെ നല്ലൊരു റിസൾട്ട് നേടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ബുക്കിലുള്ള എല്ലാ കോർണറും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് നല്ലൊരു മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാം വിന്നറിൻ്റെ യുവ ബാച്ച്. ഇപ്പോൾ നമുക്ക് ഒരു ഓണം ഓഫർ ഉണ്ട്. 5% ഡിസ്കൗണ്ട് ആണ് നമ്മുടെ ബാച്ച് ഫീക്ക്. അതായത് 1899 റുപ്പീസിന് നിങ്ങൾക്ക് ഈ ഒരു വർഷം അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബാച്ചിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സാമിന് അത്രയും ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഫീച്ചേഴ്സാണ്. നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, പെട്ടെന്ന് തന്നെ ഈ ഒരു ഓഫർ നമ്മുടെ എക്സാം തീരുന്നതോടെ, ഓണം എക്സാം തീരുന്നതോടെ ഓഗസ്റ്റ് 28 നമ്മുടെ ഈ ഒരു ഓഫർ തീരും. അപ്പോൾ ആ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യേണ്ട. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക മക്കളെ, ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതേപോലെ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന മാരത്തോൺ ലൈവ് ക്ലാസ്സുകളായാലും മോർണിംഗ് ബൂസ്റ്റർ, പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഷോർട്സൊക്കെ മക്കൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എല്ലാവരും അത് എന്ത് ചെയ്യുക, കണ്ട് നന്നായിട്ട് പഠിക്കുക. നമ്മൾ പ്രഡിക്ഷൻ വീഡിയോസും ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ, എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകും. നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതുക. അതേപോലെ നിങ്ങൾക്ക് ഈ ലൈവിൻ്റെ ഒക്കെ നോട്ട്സും മറ്റ് അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓഫറിൻ്റെ കാര്യം മറന്നുകൊണ്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഓഗസ്റ്റ് 28 വരെ ഉണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പാറ്റേൺ ഒക്കെ മനസ്സിലായാലും. അപ്പോൾ ഇനിയുള്ള പരീക്ഷകളൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകാൻ യുവ ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. സോ ഇനിയുള്ള എക്സാമുകളൊക്കെ നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.